ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമുക്ക് ചെറുപയർ മുളപ്പിച്ച തോരൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും ചെറുപയർ എടുക്കുക. ഇതിനെ 1 ഡേ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് മുളച്ച് വരും. അതൊരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. ഒരു 3-4-5 ഡേയ്സ് എടുക്കും. അത് ഫസ്റ്റ് എങ്ങനെയാണ് ഇതിനെ സോക്ക് ചെയ്ത് മുളപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കുക. നമ്മളിതിനെ അടച്ച് ഇങ്ങോട്ട് വെക്കുക. നമ്മൾ ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും. ജസ്റ്റിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഈ രൂപത്തിൽ കിട്ടും. നമുക്കിതിനെ ഇങ്ങോട്ട് കിഴി കെട്ടി വെക്കാം. കിഴി വെട്ടി വെച്ച് കഴിയുമ്പോൾ മുളച്ച് തുടങ്ങും. കിഴി കെട്ടി നമ്മൾ ഇങ്ങനൊരു കിഴി കെട്ടി കിഴി ടൈറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതിലോട്ട് തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. നാളത്തേക്ക് ഇത് മുളച്ച് കിട്ടും. നമ്മൾ ഇന്നലെ കിഴി കെട്ടി വെച്ച് നമ്മുടെ പയർ മുളച്ച് നമുക്ക് നോക്കാം. നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. നമുക്കിതിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ണിൻ്റെ ആവശ്യമില്ല. മണ്ണ് വേണമെങ്കിൽ മണ്ണിൽ വെക്കാം. നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ നിരത്തി വയ്ക്കണം. ഈ കാണുന്ന രീതി ടിഷ്യൂ പേപ്പർ. ഇങ്ങനത്തെ പാത്രങ്ങൾ മതിയാവും. തൽക്കാലം നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചാണ് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് ടിഷ്യൂ പേപ്പർ ലെയറാക്കി വെക്കാം, അല്ലെങ്കിൽ നോർമലി സ്പ്രെഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ടിഷ്യൂ പേപ്പർ എടുക്കുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തോട്ട് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഇങ്ങനെ തളിച്ച് കൊടുക്കണം. ഫസ്റ്റ് ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന പയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇനഫായിട്ടുള്ളത് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നുകൂടെ വെള്ളം നിലച്ചൊഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ അറേഞ്ച് ചെയ്താൽ 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് പയർ മുളപ്പിച്ച് പയർ ചെടി കിട്ടും. വെള്ളം തിളച്ച് നമ്മൾ കൊടുക്കണം. ഇനി ബാക്കിയുള്ള പയർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് കണ്ടോ, നമ്മൾ ഈ വീഡിയോ നമ്മളൊരു 5 ഡേയ്സ് മുമ്പ് ഇതേ പ്രോസസ്സിങ്ങിലൂടെ വെച്ച് മുളപ്പിച്ചെടുത്ത ചെടികളാണ്. ഇതിപ്പോൾ ഒരു 5 ദിവസമായി. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലകൾ കുറച്ചും കൂടെ നമുക്ക് വലുതായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലോ നമുക്കിത് എടുത്ത് തോരൻ വെക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളൊരു 5 ദിവസം മുമ്പ് ഇതേ രീതിയിൽ തന്നെ മുളപ്പിച്ചെടുത്ത പയർ ചെടികളാണ്. ടിഷ്യൂ പേപ്പർ മാത്രം വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു 2 ദിവസം കൂടി നോക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇലകൾ വരും. ഈ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം. ഇത് നിങ്ങളിപ്പോൾ ഞാനിത് എങ്ങനെയാണ് തോരൻ വെക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ചെടികൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് കത്രി ഉണ്ടെങ്കിൽ നല്ലത്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഈ രൂപത്തിൽ കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ രൂപത്തിൽ കിട്ടും. അത് നമ്മൾ ചിലരിതിൻ്റെ വേരെടുക്കും. ജസ്റ്റ് തണ്ടുമെല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയത് ഇവിടെ വശം മാത്രമേ ഉള്ളൂ.
ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. വാഷ് ചെയ്യുക, കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, കാന്താരി, ഞാൻ കാന്താരിയാണ് എടുക്കുന്നത്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ചിലയിടത്തൊക്കെ ചിലർ ഇതിന് ചെറുജീരകമൊക്കെ ചേർക്കും. നമ്മളിങ്ങോട്ട് ചേർക്കത്തില്ല, അത് ഓപ്ഷണലാണ്. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. കാന്താരിക്ക് പകരം നമുക്ക് പച്ചമുളക് വേണേൽ ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തോരൻ പോലെ ഇത് വെക്കാം. കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് ഓപ്ഷണലാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മുടെ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചിലർ ആദ്യമേ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തിടും, ചിലയിടത്ത് അരിഞ്ഞ് വെച്ചിടും, പിന്നെ ചിലയിടത്ത് തേങ്ങ അരച്ചതായിരിക്കും ആദ്യമേ ഇടുന്നത്. നമുക്കിത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിട്ട് കൊടുക്കുകയാണ്. ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിലേ വേവിക്കാവുള്ളൂ. ഇങ്ങനെ വെച്ച് അടുപ്പിട്ട് മാറ്റി ഇങ്ങനെ വേവിക്കാം. ഓക്കെ, നമ്മുടെ ചെറുപയർ ചെടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണിത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കൂ. ബൈ, ടേക്ക് കെയർ.